ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡീനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പുളിഞ്ചിയാണ്. ശർക്കരപ്പുളി എന്നും പറയാം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനു വേണ്ടി 250 ഗ്രാം പുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുരുവോട് കൂടിയ പുളിയാണിത്. കുരു കളഞ്ഞ പുളിയാണ് എടുക്കുന്നതെങ്കിൽ ഇത്ര തന്നെ വേണ്ടി വരില്ല. ഒരു 200 ഗ്രാമൊക്കെ മതിയാവും. ഇതൊരു 10-15 മിനിറ്റ് നേരം ചൂടുവെള്ളത്തിലോ പച്ചവെള്ളത്തിലോ ഇട്ട് വെക്കണം. ചൂടുവെള്ളം ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പിഴിഞ്ഞെടുക്കാൻ പറ്റും. കുറച്ച് കുരു കളഞ്ഞ പുളി കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർത്തെടുക്കണം. ഇത് പിഴിഞ്ഞെടുക്കേണ്ടതില്ല, ഇതുപോലെ തന്നെ പുളിഞ്ചിയിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളതാണ്. ഇത് ഓപ്ഷണലാണ്, ചേർക്കണമെന്ന് നിർബന്ധമില്ല. ഇതിപ്പോൾ 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ പിഴിഞ്ഞെടുക്കണം. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് പുളി മുഴുവനായും പിഴിഞ്ഞ് അരിച്ചെടുക്കണം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിച്ച് 2 ഉണക്കമുളകും മുറിച്ചതും ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് 6 ടേബിൾ സ്പൂണ്, അതായത് ഒരു പിടിയോളം ഇഞ്ചി വളരെ ചെറുതായി അരിഞ്ഞതും 5 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പില അരിഞ്ഞതും ഇട്ട് വഴറ്റണം. ഇതൊന്ന് വഴന്നു വരുമ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്തൊന്ന് വഴറ്റണം. ഇനി നമ്മൾ പിഴിഞ്ഞു വെച്ച പുളി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് 2.5 കപ്പ് പിഴിഞ്ഞെടുത്ത പുളിയുണ്ട്. ഇതിലേക്ക് 500 ഗ്രാം ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കിലോ പുളിക്ക് 1/2 കിലോ ശർക്കരയാണ് ചേർത്തത്. ഈ ഒരളവിൽ ചേർക്കുമ്പോൾ എരിവും പുളിയും മധുരമൊക്കെ ബാലൻസ് ആയിട്ടാണ് ഉണ്ടാവുക. മധുരവും എരിവൊക്കെ നിങ്ങൾ അളവിന് കൂട്ടിയോ കുറച്ചൊക്കെ ഉപയോഗിച്ചാൽ മതി. ഇനി ഇതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ച കുരു കളഞ്ഞ പുളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. തിളച്ച് വന്നാൽ മീഡിയം തീരിട്ട് ഇളക്കി കുറുക്കിയെടുക്കണം. ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് കുറുക്കിയെടുക്കരുത്. ഒരു 20-25 മിനിറ്റ് എടുക്കും ഇതൊന്ന് കുറുകി വരാനായിട്ട്. ഇതൊന്ന് കുറുകി വരുമ്പോഴേക്കും കുറച്ച് ഉഴുന്നും ഉലുവയും കടുകും വറുത്ത് പൊടിച്ച് വെക്കണം. ഇതിനായി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്നും 1/2 ടീസ്പൂൺ ഉലുവയും 1/4 ടീസ്പൂൺ കടുകും ഇട്ട് വറുത്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം വറുക്കാൻ. പാകമാകുമ്പോൾ കടുകും ഉലുവയും പൊട്ടി തുടങ്ങും, ഉഴുന്ന് നിറം മാറാനും തുടങ്ങും. അപ്പോൾ തീ ഓഫ് ചെയ്യണം. മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. ഇത് ഏകദേശം കുറുകി പാകമായിട്ട് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ പൊടിച്ചു വെച്ച ഉഴുന്നും ഉലുവയും കടുകും ഇട്ട് ഒന്ന് കുറുക്കിയെടുക്കാം. ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതുപോലെ ബബിൾസ് വന്ന് തെറിച്ച് തുടങ്ങുമ്പോൾ തീ ഓഫ് ചെയ്യണം. വല്ലാതെ കുറുകി കഴിഞ്ഞാൽ തണുത്ത് വരുമ്പോൾ കട്ടിയായി പോകും. ഇനി നിങ്ങളെ കയ്യിൽ എള്ള് ഉണ്ടെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ എള്ള് വറുത്തിട്ട് കൊടുത്താൽ നല്ല രുചിയായിരിക്കും. ഇനി തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാം. ഇത് വൃത്തിയുള്ളൊരു കുപ്പിയിലോ പാത്രത്തിലോ ഇട്ട് വെച്ചാൽ കുറേ ദിവസം കേടുകൂടാതിരിക്കും.